അക്ഷയ് ബിജു എന്ന പേര് പത്രങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചയാവുന്ന സമയത്ത് ഒരു പേര് കൂടി വളരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കാരണം അക്ഷയ് പഠിച്ചത് എവിടെയാണ്? അക്ഷയ് പഠിച്ചത് ഏറെ അഭിമാനപൂർവ്വം പറയട്ടെ, നിരവധി വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള, രാജ്യത്ത് 1 ലക്ഷം ഡോക്ടർമാരെയും 1.5 ലക്ഷം എഞ്ചിനീയർമാരെയും സൃഷ്ടിച്ച ബ്രില്യൻ സ്റ്റഡി സെന്ററിലാണ് അക്ഷയ് പഠിച്ചത്. രക്ഷിതാവിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മക്കൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ബ്രില്യൻ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ ആത്മാർത്ഥത്തോടു കൂടിയിട്ട്, വളരെ ചാരിതാർത്ഥത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. ബ്രില്യൻ്റ് വളരെ നല്ല ക്ലാസ്സുകൾ തരുമായിരുന്നു. പിന്നെ ബ്രില്യൻ്റിലെ ക്ലാസ് ടീച്ചേഴ്സും മെന്ററും കോർഡിനേറ്ററും ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യായിരുന്നു. ഇവർ രണ്ടുപേരും ആണെങ്കിൽ അവർ തീരുമാനം എടുത്തതാണ് ബ്രില്യൻ്റിൽ പഠിക്കുക എന്നുള്ളതും, രണ്ടുപേരും മോള് നീറ്റിന് എഴുതാന്നുള്ളതും അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവൻ ആദ്യം തന്നെ IIT ചേരണം എന്നുള്ളൊരു തീരുമാനം കൊണ്ട്, അപ്പോൾ അതിന് നല്ലൊരു കോച്ചിങ് ഉള്ളത് അപ്പം ബ്രില്യൻ്റിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ തന്നെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ഹായ് ഓൾ, നമ്മൾ ഇന്നുള്ളത് അക്ഷയ് ബിജുവിനൊപ്പമാണ്. ജെയ്മെയിൻസിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെ പ്രതിനിധീകരിച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി അക്ഷയ് ബിജു പഠിച്ചത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലാണ്. ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ പരിശീലനത്തിലൂടെയാണ് അക്ഷയ് ബിജു ഇത്ര വലിയ നേട്ടം കൈവരിച്ചത്. ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്. +1 +2വിനൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് 2 ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായി നിന്നുകൊണ്ടാണ് അക്ഷയ് ബിജു ഇത്ര വലിയ നേട്ടം കൈവരിച്ചത്. അക്ഷയ് ബിജു, നമുക്ക് അക്ഷയ് ബിജുവിന്റെ നാടും വീടും പേരൻസ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും സിബ്ലിങ്സ് എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും പഠിച്ച സ്കൂളും എല്ലാം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് അക്ഷയ് ബിജു. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അച്ഛൻ്റെ പേര് ബിജു. അച്ഛൻ ട്രഷറിയിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്നു. അമ്മേൻ്റെ പേര് നിഷ CK. അമ്മ ആയുർവേദ ഡോക്ടറായി വർക്ക് ചെയ്യുന്നു. ചേച്ചി MBBS പഠിക്കും. ചേച്ചിയുടെ പേര് ഗോപിക. ഇതിനുപോലെ തന്നെ ബ്രില്യന്റ് പഠിച്ച സ്റ്റുഡന്റ് ആയിരുന്നു. ബ്രില്യന്റിൽ റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണ്. ഫൈനലി തൻ്റെ ലക്ഷ്യം MBBS ആയിരുന്നു. MBBS ലക്ഷ്യം ചേച്ചി നേടിയെടുക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ അക്ഷയ് എത്തി നിൽക്കുകയാണ് അല്ലേ? അക്ഷയ് തീർച്ചയായിട്ടും കേരളമെമ്പാടുമുള്ള അല്ലെങ്കിൽ ഇന്ത്യ എമ്പാടും ജെയ്മെയിൻസിനായിട്ട് തയ്യാറെടുത്ത നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്കൊക്കെ ഏറ്റവും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ബ്രില്യൻറ്റിനൊക്കെ ഒരുപാട് അഭിമാനം നൽകുന്നൊരു വിദ്യാർത്ഥിയാണ് അക്ഷയ്. കാരണം ഇത്ര വലിയ നേട്ടം നേടി ഇത്ര അഭിമാനത്തോടുകൂടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കണ്ട് അതിനെ അതുപോലെ തന്നെ ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അക്ഷയുടെ ഒരു ജെയ്മെയിൻ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയാണ്? എന്ന് മുതലാണ് ജെയ്മെയിൻസിൽ നല്ലൊരു വിജയം നേടണം അല്ലെങ്കിൽ IIT-കളിലായിരിക്കണം ഞാൻ പഠിക്കേണ്ടത് എന്നുള്ളൊരു ആ ഒരു ആഗ്രഹവും സ്വപ്നമൊക്കെ എപ്പോഴാണ് അക്ഷയ്ക്ക് തോന്നിയത്? ചെറിയ ക്ലാസ് തൊട്ട് തന്നെ എഞ്ചിനീയർ ആവാനായിരുന്നു താല്പര്യം. ആണ് ഈ എഞ്ചിനീയറിംഗ് ആവണം, അതിനെന്തെങ്കിലുമൊക്കെ ബിഹൈൻഡ് എനി റോൾ മോഡൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കോഡിംഗ് നല്ല താല്പര്യമായിരുന്നു. അക്ഷയ് ഏത് സ്കൂളിലാണ് പഠിച്ചത്? K സ്കൂൾ മാന്നാനത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും +1 +2വിനൊപ്പമാണ് പഠിച്ചത്. ഈ ഒരു സമയത്ത് എൻട്രൻസ് കൂടെ എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? രണ്ടിനും കൂടെ എങ്ങനെയാണ് സമയമൊക്കെ കണ്ടെത്തിയിരുന്നത്? സ്കൂളിലെ ടോപ്പിക്സും എൻട്രൻസിന്റെ ടോപ്പിക്സും കൂടി ഒരുമിച്ച് തന്നെ ഡെയിലി പഠിക്കുമായിരുന്നു. എന്നും, അതായത് ദിവസം ഒന്നും പെൻഡിങ്ങിന് വെക്കാറില്ല. എന്തൊക്കെ പഠിപ്പിക്കുന്നു അത് അതാത് ദിവസങ്ങളിൽ തന്നെ പഠിക്കും. തീർച്ചയായിട്ടും അപ്പോൾ അതിൻ്റെ ഒരു കൂടെ സ്കൂളിനൊപ്പം തന്നെ നമ്മൾ എൻട്രൻസ് പരിശീലിക്കുകയാണ് അല്ലേ? അപ്പോൾ അതനുസരിച്ചിട്ടുള്ള സമയവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തണം, കുറച്ച് എഫേർട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു അക്ഷയെ സംബന്ധിച്ചിടത്തോളം? എൻട്രൻസ് ടോപ്പിക്ക് പഠിക്കുന്നതിലൂടെ സയൻസും മാത്സും വലിയ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ലാംഗ്വേജും കമ്പ്യൂട്ടറും ആയിരുന്നു പിന്നീട് ഉണ്ടായിരുന്നു. അതെങ്ങനെ ഒരു കൊണ്ടുപോയി? അത് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഏറ്റവും നമ്പർ 1 സ്റ്റുഡൻസിനൊപ്പമാണെന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും നമ്പർ 1 സ്റ്റുഡൻ്റാണ് അക്ഷയ്. ഇന്ന് കേരളമെമ്പാടും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ അവരെടുത്തു പറഞ്ഞൊരു പേരാണ് അക്ഷയ് ബിജു എന്ന് പറയുന്നതും അക്ഷയ് ബിജുവിൻ്റെ സ്കോർ എന്ന് പറയുന്നതും ഒക്കെ. കേരളത്തിന് അഭിമാനമായ വിദ്യാർത്ഥി അക്ഷയ്. ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും മുൻപിൽ നിൽക്കുന്ന അക്ഷയോട് ഞാൻ ചോദിച്ചോട്ടെ, വലിയ വലിയ ക്രമീകരണങ്ങളാണ് ബ്രില്യൻറ്റ് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് പരീക്ഷാ സമയങ്ങളിൽ അല്ലേ? തീർച്ചയായിട്ടും മോഡൽ എക്സാമുകളുടെ സമയത്ത്, അതുപോലെ ക്ലാസ്സുകളുടെ സമയത്ത് 2 വർഷം നിങ്ങളെ കൃത്യമായിട്ട് പരിശീലിപ്പിക്കുന്ന സമയത്തൊക്കെ ബ്രില്യൻറ്റ് നിങ്ങളെ ടേക്ക് കെയർ ചെയ്ത് ഈ ഒരു സക്സസിലേക്ക് എത്തുന്ന ഒരു ജേർണിയാണ്. അതിൽ അക്ഷയിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച് എന്താണെന്ന് ചോദിച്ചാൽ അക്ഷയ്ക്ക് എന്ത് പറയാൻ പറ്റും? ബ്രില്യൻ്റ് എക്സാമിൻ്റെ മുന്നേ കുറേ കമ്പ്യൂട്ടർ ബേസ്ഡ് മോക്ക് ടെസ്റ്റ് നടത്തിയിരുന്നു. അത് ശരിക്കത്തെ എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് എഴുതി തന്നെയാണ്
നിങ്ങൾ ശരിക്കും ജെയ്മെയിൻസിലേക്കും അഡ്വാൻസ്ഡിലേക്കും ഒക്കെ പ്രവേശിക്കുന്നത്, ഞാൻ ചോദിച്ചോട്ടെ, എത്ര സമയം മുതൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്രാക്ടീസ് കിട്ടുന്നു എക്സാംസ് എഴുതിയുള്ള പരിശീലനം? കാരണം ചാപ്റ്റേഴ്സ് നേരത്തെ കവർ ചെയ്തെങ്കിൽ മാത്രമേ മോഡൽ എക്സാമിലേക്ക് പോകാൻ പറ്റുള്ളൂ. മോഡൽ എക്സാംസിൽ നല്ല പ്രാക്ടീസ് ലഭിച്ചെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പോൾ കേരളത്തിൽ ഒന്നാമനായിട്ട് നിൽക്കുകയാണ്, ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ ബ്രില്യൻ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാം. ക്ലാസ് +1 ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ എല്ലാ ആഴ്ചയിലും ഒരു എക്സാം നടത്തുമായിരുന്നു. അന്ന് ആ ആഴ്ചയിൽ കവർ ചെയ്ത ടോപ്പിക്കിന്റെ. അത് കഴിഞ്ഞിട്ട് 2-3 ആഴ്ചകൾ കൂടുമ്പോൾ ഒരു മോഡലും നടത്തുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എക്സാമിനോട് അടുത്ത് വരുമ്പോൾ കുറെ കമ്പ്യൂട്ടർ ബേസ്ഡിൽ ഫുൾ സിലബസ് ടെസ്റ്റുകൾ നടത്തുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ബ്രില്യന്റിന്റെ ആ ഒരു ക്ലാസ്സുകളൊക്കെ എപ്പോഴും അക്ഷയ് കഴിഞ്ഞിരുന്നു? ഒക്ടോബർ നവംബർ ആയപ്പോൾ തന്നെ ടോപ്പിക്കുകൾ മൊത്തം കവർ ചെയ്ത് തീർന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് മുഴുവൻ എക്സാംസ്, ഫുൾ സിലബസ് എക്സാംസ് തന്നെയായിരുന്നു. ഓക്കെ, ആ എക്സാംസ് അക്ഷയ്ക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് കേരളത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു എക്സാംസിലൊക്കെ ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു? അതായത് എപ്പോഴും ടോപ്പായിട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് താഴോട്ട് പോയിരുന്നു, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ടോപ്പർ തന്നെയായിരുന്നു അല്ലെ? ബ്രില്യന്റ് ഒരുപാട് സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയിട്ടില്ലേ? സെക്കൻഡ് ഇയറിലേക്കുള്ള പ്രൊമോഷൻ ടെസ്റ്റിൽ ഫസ്റ്റ് കിട്ടിയതിലൂടെ നല്ല സ്കോളർഷിപ്പ് കിട്ടി. എത്ര കിട്ടിയിരുന്നു? 4 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് കിട്ടി. യെസ്, കണ്ടോ, ഈ ബ്രില്യന്റ് എപ്പോഴും വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്ത് അവരെ അവരുടെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് പറയുന്നതിന്റെ പിന്നിൽ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ്. കഴിഞ്ഞ വർഷം, അതായത് +2ലേക്കുള്ള പ്രൊമോഷൻ ടെസ്റ്റിൽ അക്ഷയ് ബിജുവിന് 4 ലക്ഷം രൂപ നൽകിയാണ് ബ്രില്യന്റ് ആദരിച്ചത്. ഈ വർഷം ജെയ്മെയിൻസിൽ നല്ലൊരു സ്കോർ കരസ്ഥമാക്കിയിരിക്കുന്ന അക്ഷയ് ബിജുവിനെ കാത്തിരിക്കുന്ന സ്കോളർഷിപ്പും നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ ബ്രില്യന്റ് വിക്ടറി ഡേയിൽ കാണാൻ സാധിക്കുമെന്നത് മറ്റൊരു വസ്തുത. കേരളത്തിലെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ അക്ഷയ് ബിജു എന്ന പേര് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഏറെ അഭിമാനം ബ്രില്യന്റ് ഫാമിലിക്കും ഒപ്പം അക്ഷയുടെ സ്വന്തം ഫാമിലിക്കുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് അക്ഷയുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യം അച്ഛനോട് തന്നെ ചോദിക്കാം. വലിയൊരു സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. രാജ്യത്തിന് അഭിമാനമാവുക, കേരളത്തിന് അഭിമാനമാവുക, സ്വന്തം നാടിന് അഭിമാനമാവുക. അപ്പോൾ ഈ ഒരു മകന്റെ ഒരു പഠനവും രീതിയും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ആ ഒരു വളരെ കഷ്ടപ്പെട്ട് മാർക്കുകൾ കുറഞ്ഞാൽ പോലും അതിലൊന്നും ഗിവ് അപ്പ് ചെയ്യാതെ ഓരോ സ്റ്റെപ്പിലും വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി മുന്നോട്ട് വരുന്ന അക്ഷയ് ബിജുവിനെ കുറിച്ചൊന്ന് പറയുമോ ഞങ്ങളോട്? അതായത് 6ാം ക്ലാസ് മുതൽക്ക് തന്നെ IIT എന്നുള്ളൊരു സ്വപ്നം അവൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. അപ്പോൾ IIT നേടുക എന്നുള്ള, ഏതെങ്കിലും ഒരു IIT-യിൽ പഠിക്കുക എന്നുള്ള സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ടും അങ്ങോട്ട് പഠിക്കണം എന്ന് നമ്മൾ പറയേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് പഠിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പഠനം എന്നുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ബാല്യം മുതലേ IIT എന്നൊരു സ്വപ്നം മനസ്സിൽ കണ്ട് നടക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ നിശ്ചയദാർഢ്യം അത്ര ദൃഢമായിരുന്നത് കൊണ്ട് തന്നെ IIT-യിലേക്ക് പ്രവേശിക്കുമെന്ന് നമുക്ക് ഉറപ്പായി പറയാൻ പറ്റുന്ന സാധിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. കാരണം അത്ര മികച്ചൊരു സ്കോറാണ് ഇപ്പോൾ ജെയ്മെയിൻസിൽ കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി അമ്മയോടാണ് ചോദിക്കാനുള്ളത്. കാരണം തീർച്ചയായിട്ടും അക്ഷയോടൊപ്പമാണ് ഇവിടെ അല്ലെ, നാട് കോഴിക്കോടാണ്. പക്ഷേ ഈ ബ്രില്യന്റിന്റെ ഒരു കോച്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു സ്കൂളിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോട്ടയത്തേക്ക് എത്തുന്നു. ഇപ്പം മാന്നാനത്ത് K സ്കൂളിൽ പഠിക്കുന്നു. അപ്പോഴും അക്ഷയോടൊപ്പം ചേർന്ന് നിന്ന് അക്ഷയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണ് അല്ലെ? അപ്പോൾ തീർച്ചയായിട്ടും അമ്മ ആ ഒരു കരുതൽ, മകനെ ഈ ഒരു വലിയ സ്വപ്നത്തിലേക്ക് എത്തിക്കണം, ആ സ്വപ്നത്തിന്റെ ഭാഗമാകാൻ സാധിക്കുക, അതിലൂടെയൊക്കെ അഭിമാനമുള്ള ഒരു പേരൻസ് ആവാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത്തരത്തിലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മകന്റെ ഈ ഒരു വിജയത്തിൽ എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അക്ഷയ് 10th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ല സ്ഥലത്ത് പോയിട്ട് കോച്ചിങ് ചെയ്യണമെന്നും അതിൻ്റെ ഒരു തീരുമാനത്തിൽ അവൻ തന്നെ സെർച്ച് ചെയ്തിട്ടാണ് ഈ ബ്രില്യൻറ്റിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതിയത് ഉടനെ തന്നെ നല്ല സ്കോർ കിട്ടുമെന്ന് കരുതി. അതിൻ്റെ മുന്നേ തന്നെ അവൻ K സ്കൂളിൽ പഠിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്കോളർഷിപ്പ് എക്സാമിന് നല്ല സ്കോർ കിട്ടിയപ്പോൾ K സ്കൂൾ തന്നെ തിരഞ്ഞെടുത്ത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മുൻകൂട്ടി തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനും, അപ്പോൾ അവൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് അതിനു വേണ്ടി ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു പേരൻസിന്റെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. അതുപോലെ ചെയ്തു. മകൻ കറക്റ്റ് മകന്റെ ട്രാക്കിൽ പോയി ഇപ്പൊ വലിയൊരു വിജയം നേടിയിരിക്കുകയാണ് അല്ലെ? തീർച്ചയായിട്ടും ഇതിനു മുൻപ് മകള് ബ്രില്യന്റിന്റെ ഭാഗമായിരുന്നു. ഇപ്പൊ MBBS ലക്ഷ്യവുമായി കടന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും മകളെയും സ്വപ്നം നേടിക്കൊടുക്കുന്നതിന്റെ ഒരു ഭാഗമാകാൻ ബ്രില്യന്റ് ഫാമിലിക്ക് സാധിച്ചു. അതിൽ ബ്രില്യന്റ് ഫാമിലിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു 2 മക്കളുടെയും ഒരു ജീവിതത്തിൽ ബ്രില്യന്റ് ചെലുത്തിയ ഒരു സ്വാധീനത്തെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മയ്ക്ക് എന്തായിരിക്കും പറയാനുള്ളത്? ഇവര് രണ്ടുപേരും ആണെങ്കിലും അവര് തീരുമാനം എടുത്തതാണ് ബ്രില്യന്റിൽ പഠിക്കുക എന്നുള്ളതും
രണ്ടുപേരും മോള് നീറ്റിന് എഴുതാന്നുള്ളതും അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇവൻ ആദ്യം തന്നെ IIT ചേരണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് അപ്പൊ അതിന് നല്ലൊരു കോച്ചിങ് ഉള്ളത് അപ്പം ബ്രില്യൻറ്റിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ തന്നെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അതിന്റെ കൂടെ നടന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. മകളെ ഈ കൊറോണ സമയത്താണ് ഈ കോച്ചിങ് നടത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രില്യൻസിലെ ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതെ ഓൺലൈനിലേക്ക് ഫസ്റ്റ് സ്റ്റാർട്ടപ്പാ. അപ്പോൾ ആ സമയത്ത് തന്നെ ബ്രില്യൻസ് എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങൾ മകൻ കേട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ നമുക്ക് ഈ ഓൺലൈൻ ആണെങ്കിലും ആ കോച്ചിങ്ങിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ബ്രില്യൻസ് ഒരുപാട് ഓൺലൈൻ കോച്ചിങ് ആയിട്ട് പോലും നമ്മുടെ സാധാരണ കോച്ചിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓഫ്ലൈൻ കോച്ചിങ്ങിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഒരുപാട് മുന്നോട്ട് പോകാൻ അന്ന് ബ്രില്യൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തെ നമുക്ക് അടുത്തറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവൻ തന്നെ ഈ 10th പഠിക്കുന്ന സമയത്ത് ഈ ബ്രില്യൻ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം മകനുണ്ടായത്. അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ ബ്രില്യൻ്റ് എന്ന സ്ഥാപനത്തിൽ അവനെ എത്തിപ്പെടുന്നത്. അത് ആ കോച്ചിങ്ങിൻ്റെ അതുപോലെ തന്നെ നമ്മളെ മോക്ക് ടെസ്റ്റുകളൊക്കെ അവൻ തന്നെ കണ്ടെത്തിയിട്ട്, നേരത്തെ മറ്റേ വൈഫ് പറഞ്ഞ പോലെ തന്നെ അവൻ തന്നെ കണ്ടെത്തിയിട്ടാണ് ഈ ബ്രില്യൻറ്റിന്റെ അതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ അയക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു പ്രോപ്പറായ സ്ഥലത്താണ് എത്തിപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം നേടിയിരിക്കുകയാണ്. ആസ് എ പേരന്റ് വലിയ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ്. ഈ ഒരു സന്തോഷത്തെ കുറിച്ച് എന്താണ് ഞങ്ങൾ ബ്രില്യൻറ്റ് ഫാമിലിയോട് പറയാനുള്ളത്? അതെ, അത് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ്. കാരണം രക്ഷിതാവിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മക്കൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഈ ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട്, വളരെ ചാരിതാർത്ഥത്തോട് കൂടി ഞാൻ ഓർക്കുകയാണ്. നാട്ടിലൊക്കെ എല്ലാവരും എന്ത് പറഞ്ഞു ഒരു വിജയം കണ്ടിട്ട്? എല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, പഞ്ചായത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, നമ്മുടെ ഓഫീസുകളിലുള്ള സ്റ്റാഫുകൾ എല്ലാവരും വളരെ ഇതായിട്ട്, അതായത് നല്ല സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഒരു കുട്ടിക്ക് എത്തിപ്പെടാൻ പറ്റിയ ഒരു വലിയൊരു വിജയമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഇനിയും അനുമോദനങ്ങൾ ശരിക്കും കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ 20-ാം തീയതിയും ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ പോയിട്ടൊരു ട്രോഫി, ഇവന്റെ പേരിൽ തന്നെ ട്രോഫി വാങ്ങാൻ ഉണ്ട്. അപ്പോൾ അത് വലിയൊരു ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അക്ഷയ് ബിജു എന്ന പേര് പത്രങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചയാവുന്ന സമയത്ത് ഒരു പേരും കൂടി വളരെ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. കാരണം അക്ഷയ് പഠിച്ചത് എവിടെയാണ്? അക്ഷയ് പഠിച്ചത് ഏറെ അഭിമാനപൂർവ്വം പറയട്ടെ, നിരവധി വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള, രാജ്യത്ത് 1 ലക്ഷം ഡോക്ടർമാരെയും 1.5 ലക്ഷം എഞ്ചിനീയർമാരെയും സൃഷ്ടിച്ച ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലാണ് അക്ഷയ് പഠിച്ചത്. അക്ഷയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം, അക്ഷയ് ഈ ഒരു വിജയം നേടുന്നതിന് പിന്നിൽ ബ്രില്യൻറ്റ് വഹിച്ചൊരു പങ്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ അക്ഷയ്ക്ക് എന്തൊക്കെ പറയാനുണ്ടാവും? ബ്രില്യൻറ്റ് വളരെ നല്ല ക്ലാസ്സുകൾ തരുമായിരുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ ക്ലാസ് ടീച്ചേഴ്സും മെന്ററും കോർഡിനേറ്ററും ഒക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ബ്രില്യൻറ്റ് ആ ഒരു ടീം ഓഫ് സപ്പോർട്ട് അക്ഷയ് ഒരുപാട് സ്വാധീനിച്ചു, വലിയ വിജയത്തിലേക്ക് എത്തി. അപ്പോൾ അക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ബ്രില്യൻറ്റിലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡുള്ള എന്തിനോടായിരിക്കും? നമുക്കറിയാം മെന്ററിങ് സംവിധാനമുണ്ട്, അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയർ ഫെസിലിറ്റി ഉണ്ട്, പ്രൊഫസേഴ്സ് ഏറ്റവും മികച്ച, രാജ്യത്തെ ഏറ്റവും ടോപ്പ് നോച്ച് പ്രൊഫസേഴ്സാണ്. അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു എന്ന് പറയാൻ എന്തായിരിക്കാം? ബ്രില്യൻറ്റിലെ പ്രൊഫസേഴ്സിനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത്. അവരാണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ബ്രില്യൻറ്റിലെ ഡയറക്ടേഴ്സും നല്ലോണം സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടൊക്കെ തന്നെയാണ് അക്ഷയ് ഒരു വലിയ വിജയത്തിലേക്ക് എത്തിച്ചതിന് പിന്നിലും, അല്ലേ? അപ്പോൾ അഭിമാനത്തിന്റെ ഒരുപാട് നിമിഷങ്ങളിലൂടെയാണ് ഈ മാതാപിതാക്കളും വിദ്യാർത്ഥിയും അതുപോലെ തന്നെ സിബ്ലിങ്സ് ആയിട്ടുള്ളവരും ഒപ്പം ബ്രില്യൻറ്റും ഒക്കെ കടന്നു പോകുന്നത്. കാരണം എല്ലാ വർഷങ്ങളിലും നമ്മൾ ഇതുപോലെ റാങ്കുകൾ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ ഭാഗമാവുന്നത് മിടുക്കരായ വിദ്യാർത്ഥികളാണ്, മിടുക്കരായ വിദ്യാർത്ഥികളുടെ പ്രയത്നമാണ്. ഒപ്പം അവരോടൊപ്പം വളരെ ആത്മാർത്ഥതയോടുകൂടി നിൽക്കുന്ന പേരൻസിൻ്റെ സപ്പോർട്ടും ഒന്നും നമുക്കൊരിക്കലും വിസ്മരിക്കാനാവില്ല. കാരണം ഇതെല്ലാമാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇന്ന് അഭിമാനപൂർവ്വം അക്ഷയ്ക്കൊപ്പം ഈ പേരൻറ്റും നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ബ്രില്യൻറ്റിൻ്റെ ഭാഗമായി അക്ഷയ് നിൽക്കുമ്പോഴൊക്കെ നമുക്കുണ്ടാവുന്ന സന്തോഷം അത്രമേൽ വലുതാണ്. ഇനിയും വലിയ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കും അക്ഷയ്ക്കും, അതുപോലെ തന്നെ ഈ ഒരു ഫാമിലിക്കും അക്ഷയുടെ നാടിനും ഒക്കെ അഭിമാനമാവുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് അക്ഷയ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.